ഈ കഴിഞ്ഞ ജൂൺ അവസാനം ഞാൻ ജോർജിയ എന്ന രാജ്യത്തെ ടിബ്ലിസി എന്ന സിറ്റിയിലേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങളോടൊരു യാത്രാ വിവരണം നടത്താനുള്ള ഒരു ശ്രമമാണിത്. സമയം രാവിലെ 10:30 ആയിട്ടുണ്ട്. വിൻഡോയിലൂടെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായി എന്ന് മനസ്സിലായി. ഫ്ലൈ ദുബായിയുടെ രാവിലെ 7 മണിക്ക് ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞാൻ സഞ്ചരിക്കുന്ന 14ാമത്തെ രാജ്യമാണിത്. സുഹൃത്ത് റാസിക്കിൻ്റെ കൂടെയാണ് ഈ യാത്ര. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ചരിത്രവും സംസ്കാരവും ഒക്കെ നേരത്തെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പേരിനൊരു രാജ്യത്ത് പോയി വരിക എന്നതല്ല ഉദ്ദേശം. അവിടുത്തെ രാജ്യത്തെയും ജനങ്ങളെയും ചുരുങ്ങിയ സമയം കൊണ്ട് ഉള്ളറിഞ്ഞ് മനസ്സിലാക്കുക. എൻ്റെ സീറ്റ് വിൻഡോയിനോട് ചേർന്നുള്ളതായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ പുറകിലൊരു വിൻഡോ സീറ്റ് കാലി കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് പുറത്ത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ എടുക്കാമല്ലോ. ഒരു രാജ്യത്ത് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറേ റിസർച്ചൊക്കെ ചെയ്യുമ്പോഴും അവിടെ ആ രാജ്യം എത്തുന്നതിന് മുന്നേ അതിന് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ മുകളിൽ നിന്ന് അതൊന്ന് കാണുക. ഇതാണ് ഞാൻ പോകാൻ പോകുന്ന രാജ്യം. ഇവിടെ എത്ര തന്നെ നമ്മളവിടെ ഇറങ്ങിയതിന് ശേഷം എത്ര തന്നെ യാത്ര ചെയ്താലും ഇതുപോലെ അതിനെ ആ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു മൊത്തമായൊരു വ്യൂ മുകളിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ കാണുന്നത് മനസ്സിന് എപ്പോഴും ഒരു കുളിർമ വരുന്ന കാര്യം തന്നെയാണ്. ഈ രാജ്യത്തേക്ക് വരിക എന്നുള്ളത് വളരെ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. മുന്നേ പല പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴും ഓരോരോ കാരണങ്ങളിൽ അത് തടസ്സപ്പെട്ടു പോയി. ഇപ്രാവശ്യമാണ് ഇതൊന്ന് സാധ്യമാകുന്നത്. ഇപ്പോഴും എനിക്ക് 100% ഉറപ്പില്ല എനിക്ക് ആ രാജ്യം കാണാൻ പറ്റുമെന്നുള്ളത്. കാരണം ഒന്നാമത് വിസ ഇല്ലാതെയാണ് ഞാൻ ഈ രാജ്യത്തേക്ക് പോകുന്നത്. UAE റെസിഡൻസ് വിസ ഉള്ളവർക്ക് അവിടത്തേക്ക് പ്രത്യേക വിസ ആവശ്യമില്ല എന്നാണ് ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ വളരെയധികം കർശനമാണ്. അവർക്ക് കൃത്യമായി നമ്മൾക്ക് ചിലവാക്കാനുള്ള കാശ് കയ്യിലുണ്ടോ എന്നറിയണം. അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ്, അതുപോലെ നമ്മൾ എന്തൊക്കെ തന്നെ കൈ കരുതിയാലും ചിലരുടെ യാത്രാ വിവരണങ്ങൾ കേൾക്കുമ്പോൾ അവരെ തിരിച്ചയച്ചത് ഇന്ത്യൻ ആണെന്നുള്ളൊരു കാരണം കൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ നിറയെ കിട്ടും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ചെറിയ ആദ്യമുണ്ട് എനിക്ക് ഇമിഗ്രേഷൻ ക്രോസ് ചെയ്ത് ഈ കൺട്രിയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് ചൂട് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. ഈ സമയത്താണ് ഇവിടെ ചെറീസും ബെറീസും എല്ലാം ഫ്രൂട്ടും ചെയ്യുന്നത്. അതുകൊണ്ട് അതോ നിറയെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാമെന്നുള്ളൊക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ഥലങ്ങൾ കാണുവാനും ഈ ജൂൺ മാസങ്ങളൊക്കെ വളരെ നല്ല സമയമാണ്. നമുക്ക് ആ തണുപ്പിൻ്റെ കാഠിന്യം ഉണ്ടാവില്ല. ആ ചെടികളും അതുപോലെ എല്ലാം പച്ചപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാം ഒരു മഞ്ഞ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും. യൂറോപ്പിൻ്റെ കവാടം എന്നാണ് ഈ രാജ്യം അറിയപ്പെടുന്നത്. ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് തന്നെ വെസ്റ്റേൺ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ബോർഡറായിട്ടാണ്. പിന്നെ ഈ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഇതാണ്. ആദ്യമായി വൈൻ ഉൽപ്പാദിപ്പിച്ച രാജ്യം എന്ന ഒരു ഹിസ്റ്ററി കൂടി ഈ രാജ്യത്തിനുണ്ട്, അതും 8000 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതാ നിലം തൊട്ടിരിക്കുന്നു. ഓരോ യാത്ര ചെയ്യുമ്പോഴും അവിടെ നിന്ന് എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ അവിടുത്തെ ടൂറുകളൊക്കെ ബുക്ക് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആവലാതി എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ യാത്രയിൽ അങ്ങനെ ഒരു ടെൻഷനുമില്ല. കാരണം എനിക്ക് ഒരു ടൂർ ഓപ്പറേറ്ററെ കിട്ടി. എൻ്റെ സുഹൃത്ത് മുന്നേ പോയിട്ടുള്ള ശീലം കൊണ്ടാണ് എന്നോട് പറഞ്ഞത്, ഈ ആളെ നീ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചു. അയാൾ വളരെ ചീപ്പ് റേറ്റിൽ എനിക്ക് എൻ്റെ 5 ദിവസത്തെ യാത്രയും ഒക്കെ ചെയ്തു തന്നു. ഇതാണ് മിസ്റ്റർ ടാമോ. ഹീ ഈസ് അവർ ടൂർ ഓപ്പറേറ്റർ. അങ്ങേരുടെ ഡ്രൈവർ മിസ്റ്റർ ടാമോ, അയാൾ അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ നിർദ്ദേശിച്ച പ്രകാരം എയർപോർട്ടിൽ തന്നെയുള്ള ഈ ബാങ്കിൽ വെച്ച് പൈസ എൻ്റെ കയ്യിൽ സാധാരണ എപ്പോഴും പോകുമ്പോൾ US ഡോളേഴ്സാണ് കയ്യിൽ കരുതാറുള്ളത്. അതാകുമ്പോൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അധികം പൈസ നഷ്ടം വരില്ല. അങ്ങനെ അവിടെ നിന്ന് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തു. ടാമോനെ ഫോളോ ചെയ്തു. അയാളുടെ കാറിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മറ്റൊരു പ്രത്യേകത ഈ എയർപോർട്ടിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ റേറ്റിൻ്റെ ഏകദേശം സെയിം റേറ്റിൽ തന്നെ ആ ഒരു ബാങ്കിൽ അവിടെ എയർപോർട്ട് ബ്രാഞ്ചിൽ നമുക്ക് പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണ എയർപോർട്ടുകളിൽ വെച്ച് എക്സ്ചേഞ്ച് അധികം പൈസ ചെയ്യാറില്ല. കാരണം അവിടെ നിരക്ക് വളരെ കുറവായിരിക്കും. നമുക്കതിൽ പൈസയുടെ നഷ്ടം വരും. അപ്പം മിനിമം ടാക്സിക്ക് കൊടുക്കേണ്ട, എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിൽ എത്തേണ്ട ടാക്സിക്ക് കൊടുക്കേണ്ട പൈസ മാത്രമേ എപ്പോഴും ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള കാര്യം അവിടെ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ കറൻസി എക്സ്ചേഞ്ച് സെൻ്ററിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഗൂഗിൾ റേറ്റിലൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. അവിടെ തന്നെ നല്ല റേറ്റ് തന്നെ അവൈലബിൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ടാമോയുടെ കൂടെ അങ്ങനെ ഞാൻ മുൻ സീറ്റിൽ തന്നെ കയറിയിരുന്നു. കാരണം എനിക്ക് നല്ലവണ്ണം ദൃശ്യങ്ങൾ പകർത്താമല്ലോ. സിറ്റിയിലല്ല ഞങ്ങൾ താമസിക്കുന്നത്.
ഞാൻ മുന്നേ ചെക്ക് ചെയ്ത് ഇവർ ഹോട്ടലിൻ്റെ അവരുടെ താമസത്തിൻ്റെ ഒക്കെ സൗകര്യം അയച്ചു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു ഏകദേശം 50 മിനിറ്റോളം യാത്ര എയർപോർട്ടിൽ നിന്ന് ഈ താമസ സ്ഥലത്തേക്കുണ്ട്. സിറ്റിയിലേക്ക് 30 മിനിറ്റ് യാത്രയുണ്ട്. അപ്പം സിറ്റിയുടെ ഒരു സൈഡിലൂടെ സിറ്റി ടച്ച് ചെയ്യാതെ ഞങ്ങളങ്ങനെ താമസ സ്ഥലത്തേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഡ്രൈവർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അയാളെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനിങ്ങനെ ഈ മലനിരകളും ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹിസ്റ്ററി, ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ രാജ്യം 1732 ഒരു ഇംഗ്ലീഷ് ഓഗിൾതോർപ്പ് എന്ന ഒരാളാണ് ഈ രാജ്യത്തെ ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ഈ രാജ്യത്തിൻ്റെ കിങ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ഏജസിലാണ് കൂടുതൽ അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തിയത്. 11ാമത്തെയും 12ാമത്തെയും നൂറ്റാണ്ടിൽ രാജാവ് കിങ് ഡേവിഡ് IV ആൻഡ് ക്വീൻ താമാർ ഇവർ രണ്ടുപേരുടെയും കാലഘട്ടമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിച്ച കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് 19ാം നൂറ്റാണ്ടിൽ റഷ്യൻ എംപയർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. പിന്നീട് സോവിയറ്റ് യൂണിയനിലെ ഭാഗമായി 1991 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. എവിടെ നോക്കിയാലും ഇതുപോലുള്ള ജോർജിയൻ ഫ്ലാഗ് ഉയർന്നു പറക്കുന്നത് കാണാം. ഇന്ന് ഇത് ഒരു ഡെവലപ്പിംഗ് ഡെമോക്രസിയാണ്. ഇത് മറ്റൊരു സുപ്രധാന പങ്ക് വഹിക്കുന്നത് യൂറോപ്പിയൻ്റെയും ഏഷ്യയുടെയും ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ രാജ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള ചുറ്റുപാടുകളൊക്കെ കണ്ടു. കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ നോക്കി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം അവിടെ അടുത്തെത്തി. ഇതൊരു വില്ലേജ് ഏരിയയാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെ മിസ്റ്റർ ടാമോ അയാളുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കാണ്ട് പോകുന്നത്. അയാൾക്ക് അവിടെ സ്വന്തമായി ഒരു ടൂർ ഗൈഡ് നടത്തുകയാണ് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കംഫർട്ടാണ്. അയാളെ പോയി കാണുക, അവിടെ ചെക്ക് ഇൻ ചെയ്യുക, പിന്നെ അയാൾക്ക് വിട്ടുകൊടുക്കുക, അയാൾ ഡിസൈഡ് ചെയ്യുമല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇതാണ് ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരുന്ന ഒരു കോട്ടേജ്. ഈ കോട്ടേജിൽ ഒരു വലിയ ബെഡും ഒരു ചെറിയ ബെഡും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യ സാധനങ്ങളും ബേസിക് സൗകര്യങ്ങളും മാത്രമേ അതിനുള്ളൂ. പിന്നെ കോട്ടേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്തു. ഇതുപോലെ 3 കോട്ടേജസ് അയാളുടെ വീടിൻ്റെ പുറമേ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മിസ്റ്റർ ടാമോ താമസിക്കുന്നത്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് അയാൾ താമസിക്കുന്നത്. പിന്നീട് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്ന ആ ഏരിയയിലാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അമ്യൂണിറ്റീസ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ കുക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ അവിടെയാണ്. ഇങ്ങനെ ഗേറ്റ് തുറന്ന് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ അടുത്ത ഭാഗത്ത് ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് അയാളുടെ കിച്ചൺ. അവിടെ ഒരു ഇന്ത്യക്കാരൻ പഞ്ചാബിയാണ് അയാളുടെ കുക്ക്. ആലോചിച്ച് നോക്കുക, ഞങ്ങൾ ജോർജിയ എന്നൊരു കൺട്രി പോയപ്പോൾ അവിടെയും ഒരു ഇന്ത്യക്കാരനാണ് അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. പുറമേ ഇങ്ങനെ ഒരു മൊണാസ്ട്രി ഉള്ള കാര്യം ഞാൻ മുൻപേ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിരുന്നു. ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഞങ്ങൾ താമസിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഇതിൻ്റെ പേരാണ് സംതാർവോ മൊണാസ്ട്രി. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞു, അല്പം വിശക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അതിന് ശേഷം ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പം ഇങ്ങനെ ഒരു സസ്പേരിയ എന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ പോയി നോക്കി. അവിടെ നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലായിരുന്നു എല്ലാത്തിനും. അപ്പോൾ ഓക്കെ, കുറച്ചും കൂടി ചീപ്പായിട്ട് വില ഉണ്ടാവാമെന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഓക്കെ, ഗ്രീൻ റെസ്റ്റോറൻറ്റ് ഗൂഗിളിൽ ചെക്ക് ചെയ്ത സമയത്ത് നല്ല റിവ്യൂ ഒക്കെ കണ്ടു. ഓക്കെ, ഞാൻ കയറി നോക്കാമെന്ന് കരുതി ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഇതൊരു ബാർ പോലെയാണുള്ളത്. അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, റെസ്റ്റോറൻറ്റ് ഗോ ഡൗൺ. അവർ വളരെ ലിമിറ്റഡ് മാത്രമായി ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും താഴോട്ട് പോയി നോക്കാം എന്താണ് റെസ്റ്റോറൻറ്റ് എങ്ങനെയായിരിക്കും, ഇത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത്. പക്ഷേ കഥ വ്യത്യസ്തമായിരുന്നു. ഓരോ ഫ്ലോർ ഇറങ്ങുമ്പോഴും അവിടെ സൂര്യപ്രകാശം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് അല്ല, ഇതൊരു ചെരിഞ്ഞ ഒരു പ്രദേശത്ത് അവരങ്ങനെ സെറ്റ് ചെയ്തെടുത്താണെന്ന് മനസ്സിലായി. പക്ഷേ എല്ലാം വളരെ മനോഹരമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പം വീണ്ടും ഒരു അടുത്ത ഫ്ലോറിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങണം. അങ്ങനെ ഇതിങ്ങനെ ഒരു നീളൻ ആയിട്ട് ഇങ്ങനെ ഒരു കുന്നിൻ ചെരുവ് മൊത്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് ആക്കി മാറ്റിയതാണെന്ന് മനസ്സിലായി. വളരെ മനോഹരമായൊരു ഏരിയ. അപ്പോൾ അതിൻ്റെ എവിടെയാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ള ഒരു സൗകര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടന്നപ്പം
ഇന്നും താഴോട്ടേക്ക് പോകാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെയൊക്കെ വെള്ളം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം പോലത്തെ അല്ലെങ്കിൽ നദിയുടെ പോലത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും താഴോട്ട് നടന്നു. അപ്പോൾ ഇത് ഏറ്റവും ബോട്ടമിലെത്തി. അപ്പോൾ അവിടുത്തെ സീറ്റൊക്കെ ഓൾറെഡി എക്യുപ്പൈഡാണ്. കാരണം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ നദിയുടെ ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ മനോഹരമായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളും ഫാമിലിയൊക്കെ അവിടെ നിറയെ പേരുണ്ടായിരുന്നു. ഇവിടെ ഒരു ആമയെ ഒരു കുട്ടി കളിപ്പിക്കുന്നത് വളരെ കൗതുകത്തോടുകൂടി ഞാൻ നോക്കി. അതിൻ്റെ സ്ലോ മൂവ്മെൻറ്റ്സും അതിന് ഭക്ഷണം കൊടുക്കുന്നതും അതിൻ്റെ ആ താലോലിച്ചുകൊണ്ടുള്ള, കാരണം യൂറോപ്യൻസിന് എപ്പോഴും പെറ്റ്സിനോട് പ്രത്യേക സ്നേഹമാണ്. അവർ ഞാൻ ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണാറുണ്ട്. അവരുടെ പെറ്റ്സിനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരതിന് കേജൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ചെക്കിൻ പ്രൊസീജിയൊക്കെ കഴിഞ്ഞ് സ്വന്തം മക്കളെ പോലെ അവരെ നോക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ ആ ഒരു രീതി ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തു. ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. ഭക്ഷണം ഏത് കഴിക്കണം എന്നുള്ളൊരു ടെൻഷനായിരുന്നു. കാരണം പോയി കഴിഞ്ഞാലും ഇത് എന്താണെന്ന് മനസ്സിലാവില്ല അവരുടെ മെനു. അവരുടെ ഭാഷയിലും ഒക്കെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലായാലും അവരുടെ ഭാഷയിൽ തന്നെ. അപ്പോൾ ഞാനൊരു ചിക്കൻ ഒജാക്കുരിയാണ് ഓർഡർ ചെയ്തത്. അത് ചിക്കനും പൊട്ടറ്റോയും കൂടി ബോയിൽ ചെയ്തത് നല്ല ഭക്ഷണമായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ സിം ഒന്ന് എടുത്തു. ഓൺലി 20 ലാറിക്ക് നമുക്ക് 7 ദിവസത്തെ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് കിട്ടും. അതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? ഞങ്ങളിവിടെ 5 ദിവസമേ ഉള്ളൂ. അപ്പം ആ ഒരു സിം എടുത്തു. അപ്പോഴത്തേക്ക് 2 പേര് കൂടി ഞങ്ങളോട് കൂടെ ഒരു ടൂറ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ടാമോ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ടാമോയുടെ കാറിൻ്റെ അടുക്ക പോയി. ടാമോ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആർമിക്കാരൊക്കെ ആ ഒരു മൊണാസ്ട്രിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ചിലപ്പം ഇത് കണ്ടപ്പം വളരെ യങ്ങായ ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പം ആർമി ട്രെയിനിങ്ങിലുള്ളവരായിരിക്കാം എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കാരണം അവിടെ ഞങ്ങൾ എത്തുന്നത് തന്നെ ഉച്ച കഴിഞ്ഞാണ്. പിന്നെ ഭക്ഷണം കഴിച്ചെല്ലാം കഴിഞ്ഞ് 3 മണിയായി. അപ്പോൾ ഇനി എന്ത് ടൂർ, ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്ത് നാളെ മുതൽ ടൂർ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് മനസ്സിലുള്ളൊരു പ്ലാൻ. പക്ഷെ അതല്ല, അവിടെ രാത്രിയാകാൻ ഇനി ഒരുപാട് സമയമുണ്ട്. രാത്രി 9 മണിക്കൊക്കെയാണ് ഇവിടെ ഇരുട്ട് വരുള്ളൂ. അത് ഞാൻ മുന്നേ ചെക്ക് ചെയ്തപ്പോൾ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യപൂർവ്വം ടൂറിന് പോയി. സിറ്റി ടൂർ എന്ന് പറഞ്ഞു. സിറ്റി ടൂർ പെട്ടെന്ന് തീരും, അപ്പം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സിറ്റി കാണാമെന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ പോയി. ഞങ്ങളെ കൂടെ 2 പേര് കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ജേക്കബും റിയയും. ഇവർ 2 പേരും അബുദാബിയിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഉള്ള 1 മണിക്കൂർ കഴിഞ്ഞുള്ള ഫ്ലൈറ്റിലാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ടാമോൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, വേറെ ഒരു അക്കോമഡേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതും ഈ മൊണാസ്ട്രിയുടെ അടുത്ത് തന്നെ. അപ്പോൾ അവരുടെ ഒരുമിച്ചാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. അവർ 2 പേരും അബുദാബിയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. റിയ അവിടെ നേഴ്സാണ്, ജേക്കബ് അവിടെ വെൻറ്റിലേറ്റർ സ്റ്റാഫാണ്. വെൻറ്റിലേറ്റർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു പേടിയുണ്ടല്ലേ. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ ക്രിട്ടിക്കലായൊരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ വെൻറ്റിലേറ്ററിൽ പോകുള്ളൂ. വെൻറ്റിലേറ്ററിൽ പോയവർ പിന്നെ തിരിച്ചു വരുന്നത് വളരെ അപൂർവമാണ്. കാരണം കൃത്രിമ ശ്വാസം കൊടുത്ത് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ആ ഒരു ശ്രമങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ. അത് കണ്ട് മനസ്സ് മരവിച്ച ഒരാളാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അയാളുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഞങ്ങൾ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തു. ഇതാണ് ദ ഫേമസ് ഗ്ലാസ് ബ്രിഡ്ജ് ഓഫ് ജോർജിയ, അല്ലെങ്കിൽ ടിബിലിസിയിലെ പീസ് ബ്രിഡ്ജ് എന്നും പറയും. ഇത് വളരെ ഐക്കോണിക്കായൊരു സ്ഥലമാണ്. ഇത് സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് അവർ ഇവിടെ പല യുദ്ധങ്ങളും നടന്ന സമയത്ത് ഭാവിയിൽ യുദ്ധങ്ങളില്ലാത്ത ഒരു രാജ്യം, ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി അവരുണ്ടാക്കിയ ഒരു ബ്രിഡ്ജ്. ഞാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സംസാരിക്കുമ്പോഴും നമ്മൾ ഇറാനും ഇസ്രയേലും US തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ ഭീകരമായ ഒരു സിറ്റുവേഷനിൽ കടന്നു പോവുകയാണ്. എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന എനിക്കൊക്കെ എൻ്റെ ജോലിയെയും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രയെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ ചെലവിനെയും ഒക്കെ വളരെയധികം ഈ യുദ്ധ സാഹചര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവായി ഒരു സമാധാനത്തിൻ്റെ ഒരു വരുന്ന ആളുകൾ ഉണ്ടാകാമെന്നൊരു പ്രതീക്ഷ ഈ പീസ് ബ്രിഡ്ജിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളിൽ തോന്നിപ്പോവുകയാണ്. അല്പസമയത്തിന് ശേഷം ടാമോ ഞങ്ങളോട് പറഞ്ഞു, വാ ഇവിടുത്തെ സമയം കഴിഞ്ഞ് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അയാളെ ഫോളോ ചെയ്തു. നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു പാർക്ക് ഏരിയയിലൂടെയാണ്. ഇത് യൂറോപ്പ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഇനി ഞങ്ങൾ പോകുന്നത് ഒരു കേബിൾ കാർ കയറാണ്. കേബിൾ കാറിലൂടെ ഞങ്ങൾ ആ മലയുടെ മുകളിലേക്ക് പോകും. അവിടെ നരിക്കാല എന്ന ഏരിയയാണ് ആ സിറ്റി, അതിൻ്റെ ഹിൽ ടോപ്പ് ഏരിയ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള സിറ്റിയുടെ ഒരു വലിയ വ്യൂ കിട്ടും എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കേബിൾ കാർ കയറാനുള്ള ക്യൂവിൽ വെയിറ്റ് ചെയ്തു. ഒരാൾക്ക് 5 ലാറിയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ക്യാബിനിൽ കയറിയിരുന്നു.
പതുക്കെ കേബിൾ കാർ മുകളിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജേക്കബും റിയയും. ഇത് അവരുടെ ഹണിമൂൺ ട്രിപ്പാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞത്. പിന്നെ എൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്ത് റാസിക്കാണ്. അവനും എൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ പുറമെ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. നമ്മൾ നേരത്തെ സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ വളരെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നത് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. പിന്നെ വീടുകളുടെയൊക്കെ പ്രത്യേകത ഒരു യൂറോപ്യൻ സ്ട്രക്ചർ. അതിൻ്റെ ഫോട്ടോസിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ആ യൂറോപ്പിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ആ സ്ഥലങ്ങളിലൂടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം വീടുകൾക്കൊക്കെ ഒരേ നിറം, റൂഫുകൾക്ക് ഒരേ നിറം, അതൊക്കെ ഒരേ സ്ട്രക്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ട് കുറേ ഷീറ്റ് കൊണ്ടും അതൊക്കെയുള്ള നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പോലുള്ള ആ ഒരു വീട് ലുക്കല്ല. ഇത് വളരെ കമ്പോസ്ഡായിട്ട് ഉള്ള ആ ഒരു ദൂരെ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി തോന്നുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയ ശേഷം റോപ്പ് ഇറങ്ങി യാത്ര ചെയ്തു. ഇതുപോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആളുകൾ അവരുടെ ഈവനിങ് എൻജോയ് ചെയ്യുകയാണ്. ഈ ഒരു സ്ഥലം പ്രത്യേകിച്ച് ഈ ദൂരവീക്ഷണി അതുപോലുള്ള കാര്യങ്ങൾ ദൂരെയുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം പൈസ ഇട്ടിട്ട് അവിടെ ബൈനോക്കുലറിലൂടെ നോക്കാനുള്ള ആ ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പലരും അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ചൊക്കെ നടന്നു. അപ്പോൾ ടാമോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മുകളിലോട്ട് നടന്നിട്ട് വരാം. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. കുറച്ചുകൂടി മുകളിലോട്ട് പോയപ്പോൾ ഞങ്ങൾ ഈ വളരെ ദൂരെ നിന്ന് കണ്ട ഈ പ്രതിമയുടെ ചുവട്ടിലെത്തി. ഇത് ജോർജിയൻ ദേദ അല്ലെങ്കിൽ ജോർജിയൻ മാത എന്നൊക്കെ നമ്മളുടെ ഭാഷയിൽ പറയുന്നത് പോലെ അവരുടെ ഒരു സിമ്പലാണിത്. ഈ സ്റ്റാച്യൂയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ സ്റ്റാച്യൂവിൽ ആ ഒരു ദേവത ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ വീഞ്ഞിൻ്റെ കുപ്പിയുമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പ്രതീകം എന്തെന്നാൽ അവരുടെ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ഒരു കയ്യിൽ വാളും അതുപോലെ അവരുടെ സുഹൃത്തുക്കളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കയ്യിൽ വീഞ്ഞും ആയിട്ടാണ് ആ പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ഐഡിയാസാണല്ലേ. ഏകദേശം അരമണിക്കൂർ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ കേബിൾ കാർ വഴി താഴോട്ടേക്ക് ഇറങ്ങി. ടാമോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്തെന്നാൽ അയാൾ ഭക്ഷണം കഴിക്കുകയില്ല. രാവിലെ ഞങ്ങളുടെ കൂടെ ടൂർ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു പോകുന്നതുവരെ അയാൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അയാളെ വീണ്ടും പിന്തുടർന്നു. ഇപ്പോൾ അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അബനോട്ട് ബാനി ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഞങ്ങളുടെ കാർ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പുറകുവശത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ കേബിൾ കാർ കയറി മലയുടെ മുകളിൽ പോയി അവിടുന്ന് തിരിച്ചിറങ്ങി. അവിടുന്ന് വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. ഈ ഏരിയയാണ് അബനോട്ട് ബാനി. ഇവിടെ ഇതുപോലുള്ള സ്റ്റാച്യൂസ്, ഇത് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയ ഒരു ഫോട്ടോ ആണ്. ഇതുപോലുള്ള നിറയെ മൊമെൻറ്റ്സ് നമുക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നദിയുടെ അരികിലൂടെയുള്ള ബ്രിഡ്ജിലൂടെ ഈ ബ്രിഡ്ജിനെ ലവ് ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ലവ് ബ്രിഡ്ജുകളും പീസ് ബ്രിഡ്ജുകളും ഒരുപാട് എനിക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു സിറ്റി ഇതിൻ്റെ പാവേസ് ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കരിങ്കല്ല് കൊണ്ട് പാകിയതാണ്. അപ്പോൾ ഈ ഒരു കരിങ്കല്ലിൽ പാകിയ സ്ഥലങ്ങൾ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഓൾഡ് സിറ്റിയാണ്. ഇവർ മുന്നേ ഈ താറിട്ട സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാ റോഡുകളും എല്ലാ സ്ട്രീറ്റുകളും ഇതുപോലെ കല്ല് പാകിയതായിരുന്നു. ഞങ്ങൾ അതിലൂടെ നടന്ന് ഇത് എത്തിയിരിക്കുന്നതാണ് ലവ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഓഫ് ലവ് അല്ലെങ്കിൽ ലവ് ലോക്ക് ബ്രിഡ്ജ് എന്നൊക്കെ ഇതിനറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലുമായി ചുവന്ന നിറത്തിലുള്ള ഒരുപാട് ലോക്കുകൾ ഇങ്ങനെ ഇട്ടിട്ട് കാണും. ഇത് പ്രണയിനികളും കമിതാക്കളുമൊക്കെ വന്നതിന് ശേഷം അവർ ഈ ബ്രിഡ്ജിലിങ്ങനെ അവരുടെ ഒരു പേരിൽ ഒരു ലോക്കിടും. എന്നിട്ട് അതിൻ്റെ കീ ആ താഴെയുള്ള ആ നദിയിലേക്ക് വലിച്ചെറിയും. അവരുടെ പ്രണയം അനശ്വരമാകാൻ വേണ്ടി, അവരുടെ ദാമ്പത്യം അനശ്വരമാകാൻ വേണ്ടി അവരുടെ ഒരു വിശ്വാസമുണ്ട്. ഈ ഒരു ബ്രിഡ്ജിൽ മുഴുവൻ ഗോൾഡൻ കളറുള്ള ലോക്കാണ്. മറ്റൊരു ബ്രിഡ്ജ് മൊത്തം ചുവന്ന നിറത്തിലുള്ള ലോക്കുകളായിരുന്നു. പിന്നെ ചിലതൊക്കെ തുരുമ്പിടിച്ച് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നദിയിലേക്ക് പോകുന്ന ഇത് ചെറിയൊരു അരുവി എന്ന് പറയാം. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുണ്ടായതാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ അവിടെ ആൾക്കാർ നിന്നിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ ഫിഷ് ചെയ്യുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നല്ല ആ ഒരു മെസ്മറൈസിങ് ഒരു ഏരിയ,
അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗണ്ടും എല്ലാം കൊണ്ടും കുറച്ച് സമയം ആ ഒരു മൊമെൻറ്റ് ഞാനും ഒന്ന് എൻജോയ് ചെയ്തു. അല്പസമയത്തിനകം ടാമോ വീണ്ടും പറഞ്ഞു, കമ്മ ഫോളോ മീ. അപ്പോൾ പിന്നീടും അയാളുടെ പുറകെ നടക്കാൻ തുടങ്ങി. ഇനി അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഓൾഡ് സിറ്റിയിലേക്കാണ്. ഈ ഓൾഡ് സിറ്റിയിൽ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് മൊണാസ്ട്രികൾ നമുക്ക് എല്ലാ മുക്കിലും മൂലയിലും അവിടെ കാണാം. അതിനുശേഷം ഞങ്ങളവിടെ അടുത്തുള്ള ഓൾഡ് സിറ്റികളൊക്കെ നടന്നു നോക്കി. ഇവിടെ കാറുകളൊക്കെ വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ ഞങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ അങ്ങോട്ട് കാറുകൾ വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെയൊക്കെ വെഹിക്കിൾസിൻ്റെ എൻട്രൻസ് ഉള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ നടന്ന് കാണേണ്ട ഏരിയാസാണ്. പല പല ചിത്രപ്പണികളും അതുപോലെ തന്നെ പല ഷോപ്പുകളൊക്കെ ഞാനിങ്ങനെ ചുറ്റി നടന്നു കണ്ടു. ഇവിടെ ഒരു ഫ്രൂട്ട് ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ കയറി. ഇവിടെ ചെറീസിനൊക്കെ വളരെ വിലക്കുറവാണല്ലോ, കയറി നോക്കാം. പക്ഷേ ഇവിടെ എനിക്ക് അത്ര വില ചീപ്പായിട്ട് തോന്നിയില്ല. ഇതൊരു സിറ്റിയിലെ ഒരു ഷോപ്പായതുകൊണ്ടാകാം. പക്ഷേ എങ്കിൽ അതിൻ്റെയൊക്കെ ഫ്രഷാണ്. അവർക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യാം. അതിനൊന്നും ആരും ഒന്നും പറയില്ല. അങ്ങനെ ഞാൻ 1-2 ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം വളരെ ഫ്രഷായിട്ട് വളരെ മധുരമുള്ള നാവിൽ കൊതിയുള്ള തരത്തിലുള്ള വിഭവങ്ങളാണ് അവിടെ, ഫ്രൂട്ട്സൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. ഇതിപ്പോൾ എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സിനും ഉള്ളതാണ്. അവർക്ക് അവരുടെ കോൺടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു കമ്മീഷൻ കിട്ടും. ചിലപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ തമ്മിലുള്ള ടൂർ ഗൈഡ്സും റെസ്റ്റോറൻറ്റ്സും തമ്മിലുള്ള ഒരു സെറ്റിങ്സ് എല്ലാ രാജ്യങ്ങളിലുള്ളതാണ്. അങ്ങനെ ഇവിടെ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളിൽ കുറച്ച് പേര് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് പുറത്തിറങ്ങി വീണ്ടും നടത്താൻ തുടങ്ങി. ഇതാ ഈ ഏരിയയിലൊക്കെ 2 സൈഡുകളിലുമായി ശീശ വിളിച്ചിട്ടും അതുപോലെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടും ഈവനിങ് ആഘോഷിക്കാൻ വേണ്ടി എത്തിയവരുടെ ഒരു നിര തന്നെയായിരുന്നു. പല റെസ്റ്റോറൻറ്റുകളും വളരെ ഭംഗിയോടുകൂടി ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, ലോക്കൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ നിരന്ന് ആൾക്കാരിങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് നടന്നപ്പോൾ ഞങ്ങളൊരു ക്ലോക്ക് ടവറിൻ്റെ താഴെ എത്തി. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലമാണ്. ഇവിടെ പല പല തരത്തിലുള്ള ക്ലോക്കുകൾ അവിടെ പിടിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ കാണുന്ന ചില ക്ലോക്കുകൾ, വളരെ വലിയ ക്ലോക്കുകൾ, അങ്ങനെ പലതും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഞാൻ കുറച്ചെടുത്തു. അപ്പോഴാണ് പുറകിൽ നിന്നൊരാൾ വിളിച്ചിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ടുവരുന്നത്. എന്താണെന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോ ഓൾറെഡി അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അതിശയപ്പെട്ടു. ഇതൊരു ന്യൂസ് പേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ പോലെ ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ അവരുടെ ഒരു ചെറിയൊരു ബിസിനസ് ട്രിക്കാണ്. അവർ ഞങ്ങളവിടെ നടന്ന് നിൽക്കുമ്പോൾ അവർ ഞങ്ങൾ അറിയാതൊരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അവരത് എഡിറ്റ് ചെയ്ത് അവരുടെ ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്തിന് പോലെ ആക്കിയിട്ട് അത് പ്രിൻറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കൈ കൊണ്ടു തരും. അവർക്ക് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ലൈക്കും ഷെയറും മറ്റുമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് ആ പേപ്പർ. അപ്പോൾ അതൊക്കെ കണ്ട് അവരോടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. അവരുടെ ഇൻസ്റ്റാഗ്രാം ഏതാണെന്ന് ചോദിച്ച് അതൊക്കെ ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് അങ്ങനെ അവരോടൊരു ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ടൂറ് ഞങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരവിടെ അടുത്ത കസ്റ്റമറിൽ നോക്കി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ടേക്ക് പോകുമ്പോഴും മനസ്സിലായി ഇനി ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്കാണ്. ഞങ്ങൾ വന്ന ഗ്ലാസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ പീസ് ബ്രിഡ്ജ് അവിടെയുണ്ട്. സമയം ഇതാ 8 മണിയായിരിക്കുകയാണ്. പക്ഷേ പുറത്തേക്ക് നോക്കും, ഇപ്പോഴും സൂര്യൻ ഇങ്ങനെ പ്രകാശം തന്നുകൊണ്ടേയിരിക്കുന്നു. പോകാൻ ഭയങ്കര മടിയാണ് പുള്ളിക്ക്. കാരണം ഇവിടെ യൂറോപ്പിൽ സമ്മർ ടൈം ഇങ്ങനെയാണ്. ഇതുപോലുള്ള ഒരുപാട് സ്റ്റാച്യൂസ് അവിടെ നിറയെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി. അതൊക്കെ കണ്ട് പിന്നെ ആ പീസ് ബ്രിഡ്ജിലൂടെയുള്ള യാത്ര ഒന്നുകൂടി ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് കാർ പുറപ്പെട്ടു. ഇനിയും നീണ്ട 4-5 ദിവസം ഈ രാജ്യത്ത് ബാക്കിയുണ്ട്. നിറയെ സ്ഥലങ്ങൾ കാണണം, നിറയെ എക്സ്പ്ലോർ ചെയ്യണം, നിറയെ ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ള മനസ്സിൽ ഇങ്ങനെ ആ ഒരു കൊതിയും വെച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ഇന്നത്തെ സൺസെറ്റ് ഏകദേശമായിരിക്കുകയാണ്. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം. നാളത്തേക്ക് റെഡിയാവണം. നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.